അച്ഛന്റെ വായ എവിടെ? ആ കണ്ടു കണ്ടു കണ്ടു. നിന്റെ കുടുംബം അവർക്ക് വരാൻ സമയം കിട്ടില്ല അച്ഛാ. ചേച്ചി എവിടെ? അവള് അകത്തൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിപ്പുണ്ട്. ചേച്ചി എന്താ അച്ഛാ ഇങ്ങനെ ആയിപ്പോയത്? നിന്നെക്കാളും കൂടുതൽ ഞാൻ അവളെയാണ് സ്നേഹിച്ചത്. ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട് അച്ഛാ. മറ്റേ സ്കൂൾ തുറക്കുമ്പോ പുതിയ ബുക്കും ബാഗും. മോളുടെ പഴയ പുസ്തകവും ബാഗും കുടയും മോൾക്ക് അച്ഛൻ പുതിയത് വാങ്ങിച്ചു തരും. അച്ഛ സ്കൂളിൽ നിന്ന് ടൂർ പോണ പൈസ? നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങി കളിക്കാൻ പോണ തന്നെ ടൂറാണ്. അതൊക്കെ മതി. അച്ഛൻ സ്കൂളിൽ നിന്ന് സ്റ്റഡി ടൂർ ഉണ്ട്, പൊക്കോട്ടെ. സ്റ്റഡി ടൂറാണെങ്കിൽ മോള് പോയിക്കോ. എന്നിട്ടും എനിക്കത് മനസ്സിലായി. ഓഹോ, ഞാൻ ഇങ്ങനെ ആവാൻ കാരണം നിങ്ങളാണ്. ഞാൻ എന്ത് ചെയ്തു? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫിഷ് ഫ്രൈ എന്തൊക്കെയോ പെണ്ണുങ്ങളൊന്നും ആണുങ്ങളുടെ അടിമയായിരിക്കുന്നു. ദോഷ്ട്യം ക്ഷമിക്കില്ല. അന്ന് തൊട്ട് ഞാൻ മാറി ചിന്തിച്ചു തുടങ്ങിയതാണ്. അവൾ ഇങ്ങനെ ഞാൻ മനസ്സിലാക്കാം. അച്ഛൻ എങ്ങനെ റാം ഈശയൊക്കെ വെച്ച് ഇങ്ങനെയായി? അവൾ എന്നെ ഒരു ആധുനിക മനുഷ്യനാക്കിയതാണ്. ഇതാ എനിക്കറിയാം. എനിക്കിപ്പോ വീടിന് വെളിയിറങ്ങാൻ പറ്റണില്ല. അത് ഒരുത്ത എന്റെ ഫോട്ടോ എടുത്തിട്ട് ഇവിടെ ഒരു പായും ഇപ്പുറത്തൊരു വള്ളിയിട്ട് ഫേസ്ബുക്കിലെല്ലാം ഇട്ടിരിക്കുന്നു. ഒരു പ്രായം വള്ളിയിട്ടപ്പോ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു കാര്യം ചെയ്യും, ഞാനൊന്ന് അവളെടുത്ത് സംസാരിച്ചു നോക്കട്ടെ. അച്ഛനും വരും. ചേച്ചി, ഈ പച്ചപ്പും ഹരിതവും കാണുമ്പോൾ എനിക്ക് നമ്മുടെ കുട്ടിക്കാനും ഓർമ്മ വരും. തിരുവനന്തപുരത്ത് കിടക്കണ ഞാൻ നിനക്ക് കുട്ടിക്കാനത്ത് പോണേ. കുട്ടിക്കാനല്ല, കുട്ടിക്കാല. ചേച്ചിക്ക് ആഗ്രഹം കാണില്ലേ ഒരു കുടുംബമായി കുട്ടികളൊക്കെ ഒരു അമ്മയായിട്ട് ജീവിക്കണമെന്ന്? ഒരമ്മയാവാതിരിക്കാന്നുള്ളതാ എന്നിലെ അമ്മത്തോ. അച്ചപ്പം നിങ്ങളുടെ കേന്ദ്ര മോനുണ്ട്. അവളെന്ത് പറഞ്ഞു? ഇവിടെ ഒരു പായും ഇവിടെ ഒരു വള്ളിയിട്ട് നടക്കാൻ പറയും. ഞാൻ കാനടയ്ക്ക് പോയി.